സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി 4 വർഷത്തിലേറെയായി സൈബർ ലോകത്ത് സജീവമാണ് ഹെലൻ ഓഫ് സ്പാർട്ട എന്നറിയപ്പെടുന്ന ധന്യ എസ് രാജേഷ്. 26-കാരിയായ കാസർഗോഡ് സ്വദേശിനി ധന്യ കോവിഡ് കാലത്താണ് ഹെലൻ ഓഫ് സ്പാർട്ട എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായി തുടങ്ങിയത്. തുടക്കത്തിൽ ധന്യ ചർച്ചാ വിഷയമായി മാറിയത് ആരെയും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തതിന്റെ പേരിലായിരുന്നു. 10 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ധന്യയ്ക്കുണ്ട്. പക്ഷേ ധന്യ ആരെയും ഫോളോ ചെയ്യുന്നില്ല. ധന്യ ആരെയും തിരികെ ഫോളോ ചെയ്യില്ലെന്ന് മനസ്സിലായപ്പോൾ ഒരിടയ്ക്ക് ആളുകൾ കൂട്ടമായി അൺഫോളോ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അശീലം നിറഞ്ഞതും നെഗറ്റിവിറ്റിയുള്ളതുമായ കമന്റുകൾക്ക് എതിരെയും ധന്യ ശക്തമായി പ്രതികരിക്കാറുണ്ട്. യൂട്യൂബ് ചാനൽ ആരംഭിച്ച ശേഷം റിയാക്ഷൻ വീഡിയോകളുമായി ധന്യ സജീവമായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് ഹെലൻ ഓഫ് സ്പാർട്ട എന്ന പേരിൽ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡും ധന്യ ആരംഭിച്ചിരുന്നു. ബിസിനസ്സും സോഷ്യൽ മീഡിയ പേജും കൊളാബുകളുമെല്ലാം ധന്യ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 21-ാം തീയതി മുതൽ ധന്യ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി. അതിന്റെ കാരണം വിവാഹം കഴിഞ്ഞുവെന്ന തരത്തിൽ ധന്യ പങ്കുവച്ച പോസ്റ്റാണ്. അങ്ങനെ അതും കഴിഞ്ഞുവെന്ന് ക്യാപ്ഷൻ നൽകി നവവധുവായി കഴുത്തിൽ പുഷ്പഹാരം അണിഞ്ഞു നിൽക്കുന്ന ധന്യയുടെ ഫോട്ടോയാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. കേരള സാരിയും മിനിമൽ ആഭരണങ്ങളും അണിഞ്ഞ് സിമ്പിൾ ലുക്കിലാണ് വധുവായി ധന്യ ഒരുങ്ങിയത്. യഥാർത്ഥത്തിൽ വിവാഹം കഴിഞ്ഞതാണോ, വരൻ ആരാണ് എന്ന് തുടങ്ങിയ ഒരു 100,000 ചോദ്യങ്ങൾ പോസ്റ്റിനു പിന്നാലെ ഉയർന്നുവെങ്കിലും ധന്യ ഒന്നിനോടും പ്രതികരിച്ചില്ല. പക്ഷെ യൂട്യൂബ് വീഡിയോകളിൽ ഭർത്താവിനെ കുറിച്ചുള്ള സംസാരങ്ങൾ ധന്യ നടത്താറുണ്ട്. ഇപ്പോഴിതാ വരന്റെ മുഖവും മറ്റു വിശദാംശങ്ങളും ധന്യ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം ഹിന്ദു മതാചാരപ്രകാരം നടന്ന വിവാഹത്തിന്റേത് എന്ന് തോന്നൽ നൽകുന്ന വെഡ്ഡിംഗ് വീഡിയോയും പങ്കിട്ടു. ഹലോ ഹസ്ബൻഡ് മിസിസ് ഹർഷിത് എന്നിങ്ങനെയാണ് ധന്യ പോസ്റ്റുകൾക്ക് നൽകിയ ക്യാപ്ഷനുകൾ. കടൽ തീരത്ത് ഒരുക്കിയ കതിർ മണ്ഡപത്തിൽ വെച്ച് താലി ചാർത്തുന്നതും പരസ്പരം പുഷ്പഹാരം അണിയിക്കുന്നതും ഇരുവരും ചുംബിക്കുന്നതും ഷോർട്ട് വീഡിയോയിൽ കാണാം. റെഡ് നിറത്തിലുള്ള സിമ്പിൾ സാരിയും അതിന് ഇണങ്ങുന്ന മിനിമൽ ആഭരണങ്ങളും അണിഞ്ഞ് ഹിന്ദു ബ്രൈഡായിട്ടാണ് വെഡ്ഡിംഗ് വീഡിയോയിൽ ധന്യ പ്രത്യക്ഷപ്പെട്ടത്. സ്വർണ്ണക്കരയുള്ള കസവുമുണ്ടും ഓഫ് വൈറ്റ് നിറത്തിലുള്ള ഷർട്ടുമായിരുന്നു വരന്റെ വേഷം. സ്മഗ്ലർ എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന ഹർഷിതാണ് ധന്യയെ വിവാഹം ചെയ്തത്. ഹർഷിതിന്റെ സ്വദേശം, ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ധന്യ പങ്കിട്ടിട്ടില്ല. നിരവധി സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും ആരാധകരുമെല്ലാം ധന്യയ്ക്കും ഹർഷിതിനും ആശംസകൾ നേർന്ന് എത്തി. വീഡിയോ വൈറലായതോടെ ഏറെയും ആളുകൾ തിരക്കിയത് ഇരുവരുടെയും കുടുംബാംഗങ്ങളുടെ അസാന്നിധ്യത്തെ കുറിച്ചായിരുന്നു. അച്ഛന്റെ പൊന്നോമന പുത്രിയും കുടുംബത്തിലെ ഇളയ കുട്ടിയുമാണ് ധന്യ. അച്ഛനെയും അമ്മയെയും അത്രയേറെ സ്നേഹിക്കുന്ന മകൾ. അങ്ങനെ ഒരാളുടെ വിവാഹത്തിൽ മാതാപിതാക്കളും സഹോദരിയും അവരുടെ കുടുംബവും പങ്കെടുത്തില്ലേയെന്നാണ് ചോദ്യങ്ങൾ. കുടുംബവുമായി അകൽച്ചയിലാണോ, യഥാർത്ഥത്തിൽ വിവാഹം നടന്നതാണോ, അതോ പ്രൊമോഷന്റെ ഭാഗമായി ചെയ്ത വീഡിയോയാണോ എന്നുള്ള സംശയം മറ്റു ചിലരും ചോദിച്ചു. ഒന്നിനും ധന്യ ഇതുവരെ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാം ബയോയിൽ അടക്കം ഭർത്താവായ ഹർഷിതിന്റെ പേര് ധന്യ ചേർത്തു കഴിഞ്ഞു.